ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇപ്പോ ടു ജോഹൂർ ബൈ റോഡ് വഴിയാണ്. ജോഹൂർ എന്ന് പറയുന്ന സ്ഥലം മലേഷ്യയുടെ ബോർഡർ സ്ഥലമാണ്. സിംഗപ്പൂരിൽ ബൈ റോഡിൽ പോയിരുന്ന എല്ലാവരും ജോഹൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ടാണ് പോകാറുള്ളത്. ഏകദേശം 500 കിലോമീറ്ററാണ് ഇപ്പോൾ ടു ജോഹൂർ ബൈ റോഡ് വഴി പോകുന്നത്. 500 കിലോമീറ്ററിനുള്ളിലെ മലേഷ്യയിലെ ഏകദേശം 4-5 മെയിൻ സിറ്റികളെല്ലാം വരുന്നുണ്ട്. ഇതിൽ കോലാലംപൂറും ഇൻക്ലൂഡാണ്. ഇപ്പോൾ നമ്മൾ ഏകദേശം ടോൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് ഗോപെങ് എന്ന് പറയുന്ന ഒരു ടോൾ ഗേറ്റാണിത്. ഇവിടെ 3 തരത്തിൽ ടോൾ ഗേറ്റിൽ നമുക്ക് പോകാവുന്നതാണ്. ടച്ച് ആൻഡ് ഗോ എന്ന് പറയുന്ന കാർഡുണ്ട് ഇവിടെ. പിന്നെ ഐസിയിൽ റീചാർജ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ സ്മാർട്ട് ടാഗാണ്. നമ്മളിന്ന് യൂസ് ചെയ്തത് ടച്ച് ആൻഡ് ഗോ കാർഡാണ്. ഇതാണ് ഗൈസ് ടച്ച് ആൻഡ് ഗോ കാർഡ്. ഇതിൽ ഏകദേശം നമ്മൾ ഒരു 100 റിംഗിറ്റോളം റീചാർജ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോൾ ഗേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. 2 ഹൈവേ ഉണ്ട്. ലെഫ്റ്റും റൈറ്റും പോകാം. ലെഫ്റ്റ് പോന്നാൽ നമുക്ക് യു ടേൺ അടിക്കാം. നമുക്ക് പോകേണ്ടത് റൈറ്റ് സൈഡാണ്. അങ്ങനെ ഹൈവേയിൽ കയറിയിരിക്കുകയാണ്. ഇത് ലോറി റിവേഴ്സ് പോകണോ ഹൈവേയിൽ? അല്ലല്ല, ഇത് ടോയിങ് ആണ്. ഇവിടുത്തെ ഹൈവേ ടോട്ടൽ 6 വരി പാതയാണുള്ളത്. ഈ സൈഡിൽ 3, ആ സൈഡിൽ. ഏകദേശം ഒരു 9:30ക്കാണ് ഇപ്പോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ ട്രാവൽ ആരംഭിച്ചത്. ഇപ്പോൾ ഒരു 12 മണിയായി കഴിഞ്ഞു. ഒരു 2.5 മണിക്കൂർ കൊണ്ട് കോലാലംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണിപ്പോൾ. കോലാലംപൂരാണ് മലേഷ്യയുടെ കേന്ദ്രഭരണ പ്രദേശം. ഇവിടുത്തെ എയർപോർട്ടും എല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ സിറ്റിയിലാണ്. ഇവിടുത്തെ ഹൈവേകളിൽ ഞാൻ കണ്ടൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ 50 കിലോമീറ്ററിനപ്പുറവും R&R എന്ന് പറയുന്ന ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്. R&R എന്ന് പറഞ്ഞാൽ റെസ്റ്റിംഗ് ആൻഡ് റിലാക്സിങ് ഏരിയ ആണ്. അങ്ങനെ ഞങ്ങൾ R&Rൻ്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. എത്ര മനോഹരമാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടോയ്ലറ്റിൽ ഫാനെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇവിടെ പലതരത്തിലുള്ള ഫുഡെല്ലാം കിട്ടുന്ന ഒരു ഇടമാണിത്. ടോയ്ലറ്റ് എത്ര ക്ലീനായിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ടോയ്ലറ്റിനുള്ളിൽ എങ്ങനെയുണ്ട് പോയി നോക്കാം. ക്ലീനായി തന്നെ വെച്ചിട്ടുണ്ട് ടോയ്ലറ്റെല്ലാം. ഏകദേശം ഒരു 10-40ഓളം ടോയ്ലറ്റുകൾ ഇതിനുള്ളിലുണ്ട്. ഇത് വളരെ ക്ലീൻ ആൻഡ് നീറ്റാണ്. എല്ലാം വളരെ ക്ലീനായിട്ടാണ് ഇവർ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ 5 മണിക്കൂർ ട്രാവലിന് ശേഷം ജോഹോർ ബാർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ജോഹോർ ബാർ ഞങ്ങൾ നേരെ വന്നത് ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉള്ളതെന്ന് കണ്ടു. ഗൂഗിളിൽ നോക്കിയപ്പോൾ അവിടെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. കേരള റെസ്റ്റോറൻറ്റ് സിൻസ് 1949 വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ് ഇതിൻ്റെ ഉള്ളെല്ലാം. തോണിയെല്ലാം ഉണ്ടല്ലോ. ഞാനിന്ന് ലാം ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ലാം ബിരിയാണി എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മുടെ നാടിനെ പോലെ തന്നെ അതേ ടൈപ്പ് ഫുഡാണ് ഈ റെസ്റ്റോറൻറ്റിൽ. പപ്പടം എല്ലാം വെച്ചിട്ടുണ്ട്. അച്ചാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. പേര് കേരള റെസ്റ്റോറൻ്റ് ആണെങ്കിലും ഒരു മലയാളി സ്റ്റാഫിനെ പോലെ എനിക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ചോറ് വിളമ്പുന്നതും മറ്റെല്ലാ ഹെൽപ്പും ചെയ്യുന്നതെല്ലാം ഇവിടുത്തെ ആൾക്കാരാണ്. പുറത്തുള്ള സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഷെഫെല്ലാം മലയാളികളാണെന്നാണ് പറഞ്ഞത്. ബട്ട് ആരെയും വെളിയിലേക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഫുഡ് കഴിഞ്ഞിട്ട് പറയാം ഫുഡ് എങ്ങനെയുണ്ടെന്ന്. ബൈസ് ഫുഡെല്ലാം നല്ല അടിപൊളിയായിരുന്നു ഇവിടുത്തെ ഫുഡ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ജോഹോർ ബാർ എങ്ങനെയുണ്ടെന്ന്.